നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 56 പേരുടെ മരണത്തിനിടയാക്കിയ 2008 അഹമ്മദാബാദ് സ്ഫോടന കേസിൽ പ്രതികളുടെ വധശിക്ഷ ശരിവെച്ച് ഗുജറാത്ത് ഹൈക്കോടതി. 3 മലയാളികൾ അടക്കമുള്ള 38 പ്രതികളുടെ വധശിക്ഷയാണ് ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ, രാജ്യദ്രോഹം, ഭീകരപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളും സഹോദരങ്ങളുമായ ഷിബിലി ഷാദുലി, മലപ്പുറം സ്വദേശിയായ ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾ. രാജ്യം കണ്ട ഏറ്റവും വലിയ വിചാരണകളിൽ ഒന്നാണ് അഹമ്മദാബാദ് സ്ഫോടന കേസിൽ നടന്നിരിക്കുന്നത്. 2008 ജൂലൈയിൽ 6 അഹമ്മദാബാദിലെ വിവിധയിടങ്ങളിൽ സ്ഫോടന പരമ്പരകൾ അരങ്ങേറിയത്. ഏകദേശം 22 സ്ഫോടനങ്ങളാണ് ആശുപത്രികൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നത്. സംഭവത്തിൽ 56 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസിൽ 38 ഇന്ത്യൻ മുജാഹിദീൻ പ്രവർത്തകർക്ക് വധശിക്ഷയും 1 മലയാളി ഉൾപ്പെടെ 11 പേർക്ക് ജീവപര്യന്തം തടവുമാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. ഈ വിധിയാണിപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. ഇന്ത്യൻ മുജാഹിദീൻ ആസൂത്രണം ചെയ്ത 2008 ജൂലൈ 26 സ്ഫോടന പരമ്പരകളിൽ 56 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 246 പേർക്ക് പരിക്കേറ്റു. അതിലാണ് 3 മലയാളികൾ ഉൾപ്പെടെ ഇപ്പോൾ അവർക്ക് വധശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ പട്ടികയിൽ മലയാളികൾ ഉണ്ട് എന്നുള്ളതും ഏറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ആലുവ കുഞ്ഞിനിക്കര പെരിന്തല്ലി മുഹമ്മദ് അൻസാറിനാണ് ജീവപര്യന്തം തടവ് വിധിച്ചിട്ടുള്ള മലയാളി. 2022 ഫെബ്രുവരി 18 അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ജഡ്ജി AR പട്ടേൽ 49 പേർക്ക് നൽകിയ ശിക്ഷ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായും ശരിവച്ചിരിക്കുകയാണ്. സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ട ഓരോ വ്യക്തിയുടെയും അടുത്ത ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ വീതവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 5 ലക്ഷം രൂപ വീതവും നഷ്ടപരിഹാരം നൽകാനും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇരകൾക്ക് 2027 മാർച്ച് 31 നഷ്ടപരിഹാരം നൽകാനാണ് ജസ്റ്റിസുമാരായ AY കോഗ്ജിയും SJ ദവയും ഗുജറാത്ത് സർക്കാരിനോട് ഉത്തരവിട്ടിരിക്കുന്നത്. ഗുജറാത്ത് കലാപത്തിന് പ്രതികാരമായി ഇന്ത്യൻ മുജാഹിദീൻ രാജ്യത്തെ പ്രധാന പട്ടണങ്ങളിൽ നടത്തിയ സ്ഫോടന പരമ്പരകളിൽ ഒന്നാണ് അഹമ്മദാബാദിലേത്. 2022 ഫെബ്രുവരിയിൽ പ്രത്യേക കോടതിയുടെ വിധി ഒരു കേസിൽ 38 കുറ്റവാളികൾക്ക് വധശിക്ഷ വിധിച്ച ഒരു ഇന്ത്യൻ കോടതിയുടെ ആദ്യ സംഭവമായിരുന്നു. 2008 ജൂലൈ 26 70 മിനിറ്റിനുള്ളിൽ അഹമ്മദാബാദിന്റെ വിവിധ ഭാഗങ്ങളിൽ 21 പരമ്പര ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. 56 പേർ കൊല്ലപ്പെട്ടു. 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മുൻ സ്ഫോടന സ്ഥലങ്ങളിൽ നിന്നുള്ള ഇരകളെ ചികിത്സയ്ക്കായി കൊണ്ടുപോയ ആശുപത്രികളിലും സ്ഫോടനമുണ്ടായി. ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണത്തിന് ആശുപത്രികൾ ലക്ഷ്യമിടുന്നതിന്റെ അറിയപ്പെടുന്ന ഒരു ആദ്യ സംഭവം കൂടിയാണിത്. രാജ്യം നടുങ്ങിയ നിമിഷം. അഹമ്മദാബാദിൽ 21 സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 20 FIRകളും സൂറത്തിൽ നിരവധി സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പൊട്ടിത്തെറിക്കാത്ത 15 കേസുകളും ഉൾപ്പെടെ 35 കേസുകൾ ഒരുമിച്ച് ചേർത്ത ശേഷമാണ് അന്വേഷണം സംയുക്ത വിചാരണയിൽ കലാശിച്ചത്. 2002 ഗുജറാത്ത് കലാപത്തിനുള്ള പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്ന് ഭീകരർ അവകാശപ്പെട്ടിരുന്നു. പ്രത്യേക കോടതി മുമ്പാകെ ആകെ 78 പേർ വിചാരണ നേരിട്ടു. അവരിൽ 49 പേർക്ക് 2022 ഫെബ്രുവരിയിൽ ശിക്ഷ വിധിച്ചു. കുറ്റവാളികളിൽ മുൻ സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അതായത് സിമി നേതാവ് സഫദർ നഗോറിയും ഗുജറാത്ത്, മധ്യപ്രദേശ്, കേരളം, ഉത്തർപ്രദേശ്, മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ നിരവധി കൂട്ടാളികളും ഉൾപ്പെടുന്നു. പ്രതികൾക്കെതിരായ എല്ലാ തെളിവുകളും സംസ്ഥാനം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അമിത് പട്ടേൽ പറഞ്ഞു. 1.5 വർഷത്തിലേറെയായി കോടതി ഈ കേസിൽ വിപുലമായി വാദം കേട്ടുവെന്നും ഈ വർഷം ഫെബ്രുവരി മുതൽ ദൈനംദിന വാദം കേൾക്കലുകൾ നടത്തി വിധി പറയാൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2022 ഫെബ്രുവരിയിലെ വിധി ഒറ്റ വിധിയിൽ 38 കുറ്റവാളികൾക്ക് വധശിക്ഷ വിധിച്ച ആദ്യ സന്ദർഭമായി തുടർന്നു. ഇന്ന് ഗുജറാത്ത് ഹൈക്കോടതി ഇന്ത്യയിലെ ഏറ്റവും ശക്തവും ചരിത്രപരവുമായ വിധികളിൽ ഒന്ന് പുറപ്പെടുവിച്ചു. ഏതാണ്ട് പൂർണ്ണമായ ശിക്ഷ കുറ്റവാളികൾക്ക് ലഭിച്ചു. പരമാവധി ശിക്ഷ ശരിവെച്ചു എന്നാണ് ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘവി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.
അഹമ്മദാബാദിനും ഗുജറാത്തിനും മാത്രമല്ല, ഭീകരതയെ വെച്ചു പൊറുപ്പിക്കില്ലെന്ന ശക്തമായ സന്ദേശം മുഴുവൻ രാജ്യത്തിനും ലോകമെമ്പാടുമുള്ള സമാധാനപ്രിയരായിട്ടുള്ള രാഷ്ട്രങ്ങൾക്കും ഈ വിധി നൽകിയതായി ആഭ്യന്തര വകുപ്പ് കൂടി വഹിക്കുന്ന ശ്രീ സംഘവി പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ ഏറ്റവും വലിയ നിയമവിജയങ്ങളിൽ ഒന്നായും ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ വിധിന്യായമായും ഇതിനെ വിശേഷിപ്പിച്ച അദ്ദേഹം ശിക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുജറാത്ത് ഹൈക്കോടതി, വിചാരണ കോടതി, അന്വേഷണ ഏജൻസികൾ എന്നിവരുടെ ശ്രമങ്ങൾക്ക് ഗുജറാത്ത് ജനതയ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞു. നിയമപരമായ വീഴ്ചകളോ വിട്ടുവീഴ്ചകളോ ഇല്ലാതെ വർഷങ്ങളായി അന്വേഷണ സംഘം അക്ഷീണം പ്രവർത്തിച്ചുവെന്നും വിധി സാധ്യമാക്കിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾക്ക് ശേഷം ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഗുജറാത്തിലെ ജനങ്ങൾക്കും ഒടുവിൽ നീതി ലഭിച്ചു. ഇന്ത്യയിൽ ഭീകരതയ്ക്കോ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ സ്ഥാനമില്ലെന്നും രാജ്യത്തിന്റെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഈ വിധി ഒരു നാഴികക്കല്ലായിരിക്കുമെന്നും ഈ വിധി വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു. സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 5 ലക്ഷം രൂപയും നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ കീഴിലുള്ള ഗുജറാത്ത് സർക്കാർ ഉത്തരവ് ഉടൻ നടപ്പിലാക്കുമെന്നും ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാന സർക്കാർ ദുരിതബാധിത കുടുംബങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും ഇത് ആ 2 സംസ്ഥാനങ്ങളെ മാത്രം ബന്ധിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഭീകരതയെ ഒരു കാലത്തും നമ്മുടെ രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. രാജ്യത്തിനെതിരെയുള്ള ആക്രമണങ്ങളിൽ പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം അത് വലുതാണ്. പക്ഷേ അതിലേറെ ഭയക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഇന്ത്യക്കാരെയും വകവരുത്താനുള്ള, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ നീക്കം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കോടതി വിധി അത് വലിയൊരു ചരിത്രം തന്നെയാണ്. ഒപ്പം തന്നെ ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഉറച്ച ശബ്ദം കൂടിയാണ് ഈ കോടതി വിധിയിലൂടെ ശരിവെച്ചിരിക്കുന്നത്.